ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു തോരനാണ്. ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ബീട്രൂട്ടിൻ വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അതിൻ്റെ ഇലയും തണ്ടും ഉൾപ്പെടെ ആണ് ഞാൻ ഈ ബീട്രൂട്ടിലേക്ക് ചേർക്കുന്നത്. ആദ്യമേ ഞാൻ ബീട്രൂട്ടിന്റെ ഇലയും തണ്ടും മാത്രം അരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ക്രഷ് ചെയ്യാതാണ് ഇടുന്നത്. നമുക്കിനി ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന്റെ ഇലയും തണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബീട്രൂട്ടിന്റെ തണ്ടിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഈ ബീട്രൂട്ടിന്റെ തണ്ടും ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുവാണെങ്കിൽ മാത്രമേ ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ബീട്രൂട്ടിന്റെ കൂടെ ഈ ഇലയും തണ്ടും ഒന്നും കിട്ടില്ല. എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയായ തോരനാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് തോരൻ റെഡിയായി. അതിനെയും ഒരു സർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ തോരനാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്